ചിദ്രൂപീ പരദേവതാ ഭഗവതി ശ്രീരാജരാജേശ്വരി മാതാ കീ ജയ്. സംഗം സപ്തുകളോടൊത്തിഹവരണമഹോ ലോകമാതേ സദാ ദുസ്സംഗം കൂടാതെ ജീവിപ്പതിനു കഴിയണം നിൻ കൃപാവായ്പിനാലേ. ഭംഗം കൂടാതെ അന്യർക്കുപകൃതി സതതം ചെയ്യുവാൻ തോന്നിടേണം. ഭംഗ്യാവന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം സപ്തമാധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ഇന്നത്തെ തുടക്കത്തിലെ ശ്ലോകത്തിൽ പറഞ്ഞതുമാതിരി ഭംഗം കൂടാതെ അന്യർക്ക് ഉപകൃതി സതതം ചെയ്യുവാൻ തോന്നിടേണം. അതുകൊണ്ട് ദേവി അതിനായിട്ട് അനുഗ്രഹിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മായാധീശയായ യോഗമായിട്ടുള്ള ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ള ഒന്നേ നമുക്ക് ചെയ്യാൻ കഴിയൂ. കാരണം മഹാമുനികളായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ളവർ പോലും മായയാൽ പ്രലോഭിതരായിട്ട് വഞ്ചന മുതലായിട്ടുള്ളവ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പ്രേരിതരാകുന്നു എന്നുണ്ടെങ്കിൽ, ദുസ്സംഗത്തിൽ ചേരുന്നു എന്നുണ്ടെങ്കിൽ, അധർമ്മം പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെയൊക്കെ ഗതി പറയാനുണ്ടോ? ദേവിയെ ആശ്രയിക്കുക, ദേവിയുടെ അനുഗ്രഹം നേടുക. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറയുകയാണ്. എന്തായാലും ത്വഷ്ടാവ് പുത്രൻ്റെ ഉദകക്രിയകൾ ചെയ്ത് തൻ്റെ പുത്രനെ സ്നേഹം അഭിനയിച്ച് അവൻ്റെ കൂടെ നടന്ന് വഞ്ചിച്ച് വധിച്ചതായിട്ടുള്ള ഇന്ദ്രനെ ശപിച്ച ശാപം വരെയുള്ള ഭാഗങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. കഥ കേട്ടിരുന്ന ജനമേജയൻ വ്യാസനോട് ചോദിക്കണു, ഹത്വാ ത്വാഷ്ട്രം സുരേശോധ കാമവസ്ഥാമവാപ്തവാൻ സുഖം വാ ദുഃഖമേവാഗ്രേ തന്മേ ബ്രൂഹി പിതാമഹ. വൃത്രാസുരനെ കൊന്ന ദേവേന്ദ്രന്റെ പിന്നത്തെ സ്ഥിതി എന്തായി? എപ്രകാരത്തിലുള്ള ദുഃഖമാണ് ആ ദേവേന്ദ്രൻ അനുഭവിച്ചത്? എന്നോട് പറയൂ എന്ന് ചോദിക്കുകയാണ്. നോക്കൂ, വൃത്രന്റെ കാരണം തനിക്ക് സ്വർഗം നഷ്ടപ്പെടും, സുഖം നഷ്ടപ്പെടും, ഭോഗാദികൾ നഷ്ടപ്പെടും. അതെല്ലാം നഷ്ടപ്പെടാതെ കണ്ട് അനുഭവിച്ചുകൊണ്ട് സ്വർഗാനുഭൂതികളെ, ഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള കാരണം അസൂയ ഇതല്ലേ വൃത്രനെ കൊല്ലാൻ ഇന്ദ്രനെ പ്രേരിപ്പിച്ചത്? ആ വൃത്രനെ ചതിയിലൂടെ, അധർമ്മത്തിലൂടെ, അസത്യത്തിലൂടെ വഞ്ചന ചെയ്തു കൊന്നപ്പോഴ് എന്തുണ്ടായി? മഹാദുഃഖം അനുഭവിക്കാനുള്ള ശാപം ത്വഷ്ടാവിൽ നിന്നും അവന് നേരിടേണ്ടി വന്നു. ഋഷികളുടെ ശാപം വെറുതെ പോവുമോ? അതും ദുഃഖാർത്ഥനായിട്ടുള്ള ഒരു അച്ഛൻ്റെ ശാപം വെറുതെ പോവുമോ? അതനുഭവിക്കേണ്ടി വരില്ലേ? അതനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് ആ ദുഃഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ പിന്നീട് ഈ വൃത്രനെ കൊന്ന് ആ സ്വർഗം കിട്ടിയത് കൊണ്ട് എന്താ ഒരു ഫലം കിട്ടുന്നത്? സുഖത്തിന് വേണ്ടിയാണ് ഈ കർമ്മങ്ങളെ ചെയ്തത്. പക്ഷെ ചെയ്ത കർമ്മം അധർമ്മവും അസത്യവും വഞ്ചനയും ആയത് കാരണം കൊണ്ട് മനോദുഃഖങ്ങൾ സ്വയമുണ്ടായി എന്ന് മാത്രമല്ല, ഇതാ ഇപ്പോൾ ഋഷിയുടെ ശാപത്തിനും പാത്രീഭൂതനായി വീണ്ടും ദുഃഖക്കടലിലേക്കല്ലേ ചെന്ന് ചാടിയത്. ഇതാണ് ഇത്തരം പ്രവർത്തികളിലൂടെ നാം നേടിയെടുക്കുന്നത് എന്ന്
ദേവീഭാഗവതം മുതലായിട്ടുള്ള പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, കാണിച്ചു തരികയാണ്. സുഖം കിട്ടണം, സന്തോഷം കിട്ടണം, ഭോഗാദികൾ അനുഭവിക്കണം ഇഹത്തിലും പരത്തിലും എന്ന് വിചാരിച്ച മനുഷ്യര് ആ സുഖങ്ങളെയും ഭോഗങ്ങളെയും നേടുന്നത് എപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ അധർമ്മത്തിലൂടെ, അസത്യത്തിലൂടെ, വഞ്ചനയിലൂടെ ഒക്കെയാണ്. അങ്ങനെ അധർമ്മത്തിലൂടെയും ഹിംസയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ നേടുന്നതായിട്ടുള്ള ഈ സുഖഭോഗങ്ങള് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു സുഖവും ശാന്തിയും സമാധാനവും തരുമോ? അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കാറുണ്ടോ? തീരെ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിന്റെ പരിണാമമായിട്ടുള്ള ഫലം അതാണ് എന്ന് കണ്ടറിഞ്ഞാൽ പിന്നെ അത്തരം ദുഃഖാഗ്നിയിൽ ചെന്ന് ചാടുന്നതായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആശിക്കുന്ന സുഖം നമുക്കില്ലായിരിക്കാം, നമ്മൾ ആശിക്കുന്ന സമാധാനം നമുക്കില്ലായിരിക്കാം, ആശിക്കുന്ന ധനവും ഭോഗങ്ങളും ഐശ്വര്യവും നമുക്കില്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഉള്ള ഐശ്വര്യത്തിൽ, ഉള്ള ധനത്തിൽ, ഉള്ള സുഖത്തിൽ നമുക്ക് കുറച്ചെങ്കിലും ശാന്തിയും സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ കഴിയും. പക്ഷേ കൂടുതൽ ഈ സുഖഭോഗങ്ങളെ നേടണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനായിട്ട് അഹിംസാദി അധർമാദി പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല അതിൽ കൂടി നമ്മൾ സുഖങ്ങളെയല്ല ദുഃഖങ്ങളെയാണ് വാരിക്കോരി കൊട്ടുന്നത് എന്ന്. അതിലൂടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ജന്മജന്മാന്തരമായിട്ടുള്ള, ഈ ജന്മത്തിൽ മാത്രമല്ല, ഈ ദുഃഖങ്ങളെയെല്ലാം അനുഭവിച്ചു തീർക്കാനായിക്കൊണ്ട് ചെയ്ത കർമ്മഭാവ ഫലങ്ങളെ അനുഭവിച്ചു തീർക്കാനായിക്കൊണ്ട് ഇതാ ജന്മജന്മാന്തരങ്ങളായിട്ട് വീണ്ടും പല യോനികളിൽ കൂടി പലതായിട്ട് ജനിച്ച് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ലേ? പക്ഷെ ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ അധർമ്മ പ്രവർത്തിക്കുമോ? നോക്കൂ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ കുറച്ചധികമായി, കൊളസ്ട്രോൾ അധികമായി കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അത് അധികമാവാതെ കണ്ടിരിക്കാനായിക്കൊണ്ടുള്ള സകല ഉപാധികളും സ്വീകരിക്കുന്നുണ്ട്. മധുരങ്ങൾ ഉപേക്ഷിക്കുക, കൂടുതൽ എണ്ണ വർഗങ്ങളിലെല്ലാം ഉണ്ടാക്കിയ സാധനങ്ങളെ കഴിക്കാതിരിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അത്യാവശ്യം വേണ്ടി വരികയാണെങ്കിൽ മരുന്ന് കഴിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, അങ്ങനെ പലതും ചെയ്യണു ഇതിനെ കൺട്രോളിൽ നിർത്താനായിക്കൊണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിലൂടെ ഉണ്ടാവുന്ന ദുഃഖ ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ട്. കണ്ണിനെ ബാധിക്കുന്നു, കിഡ്നിയെ ബാധിക്കുന്നു, ലിവറിനെ ബാധിക്കുന്നു, കിഡ്നി ചട്നിയാവും എന്നറിയണോ? അത് നമ്മുടെ ആയുസ്സിന് തന്നെ ബാധകമായി തീരും, ജീവന് തന്നെ അത് ബാധകമാകും, മരണത്തിന് തന്നെ കാരണമാകും എന്നെല്ലാം ഭയന്നുകൊണ്ട് നമ്മൾ അതിനെയെല്ലാം ത്യജിക്കുന്നുണ്ട്. പക്ഷേ ആ ചിന്ത അധർമ്മവും അസത്യവും ഹിംസാതിവൃത്തികളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ? ഞാൻ ഈ ചെയ്യുന്നത് അധർമ്മമല്ലേ? ഞാൻ ഈ ചെയ്യുന്നത് അസത്യമല്ലേ? ഞാൻ ഈ ചെയ്യുന്നത് വഞ്ചനയല്ലേ, ഹിംസയല്ലേ? ഇതിലൂടെ എനിക്ക് സുഖമാണോ ദുഃഖമാണോ കിട്ടുക? ഒരിക്കലും ഇത്തരം പ്രവർത്തികളിലൂടെ സുഖം കിട്ടും എന്ന് ഒരു ശാസ്ത്രത്തിലും ഒരു വേദത്തിലും എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കർമ്മഫലങ്ങളെ ദുഃഖമായിട്ടല്ലേ എനിക്ക് വരിക, ദുഃഖമല്ലേ എനിക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന ഒരു നിമിഷത്തെ ആ ചിന്തന നമുക്കുണ്ടായി എന്നുണ്ടെങ്കിൽ, എപ്രകാരമാണോ ഷുഗർ കൂടാതെ കണ്ടാൽ, കൊളസ്ട്രോൾ കൂടാതെ കണ്ടിരിക്കാൻ നമ്മൾ വേണ്ട വിധത്തിൽ ആഹാരാദികളെ ക്രമപ്പെടുത്തുന്നത്, അതുപോലെ നമ്മളും ഈ ഹിംസാദിവൃത്തികൾ ചെയ്യാതെ കണ്ട് ധർമാദിവൃത്തികളെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് കർമ്മങ്ങള് ചെയ്യില്ലേ? പക്ഷെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താ കാരണം? ഈ കാമാസക്തികള് ധനത്തോടായാലും എന്തിനോടായാലും ഉണ്ടാവാനുള്ള പ്രധാന കാരണം ആ യോഗമായാ ദേവിയുടെ മായാശക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം.
എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് സന്ദർഭോചിതമായിട്ട് കുറച്ച് പറയാനുണ്ടായിരുന്നു എന്നുള്ളത് കാരണം കൊണ്ട് പറഞ്ഞു പോയതാണ്. നമുക്ക് നാളെ വീണ്ടും ദേവീഭാഗവതത്തിലെ കഥകളിലേക്ക് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട്